ഓരോ പന്തക്കുസ്തയും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും കൃപകളും നമുക്ക് നൽകുന്നതാണ്. ഹല്ലേലൂയ. ഏറ്റവും സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളിൽ ഒന്നാണ് പന്തക്കുസ്ത തിരുനാൾ. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനം നാം ഇപ്രകാരം അവിടെ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന്റെ മേൽ ചരിച്ചുകൊണ്ടിരുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഫുട് നോട്ടിൽ നമുക്ക് നോക്കാം. ഇപ്രകാരം പറയാണ്, ദൈവത്തിന്റെ ചൈതന്യത്തിന് പകരം ഹീബ്രു മൂലത്തിൽ അല്ലെങ്കിൽ ഹീബ്രു പദത്തിൽ ഹീബ്രു ഭാഷയിൽ എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവ്, ശക്തമായ കാറ്റ്. അന്ന് അങ്ങനെയുള്ള വാക്കുകളാണ്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നാണ് ഹീബ്രു ഭാഷയിൽ ദൈവ ചൈതന്യത്തെക്കുറിച്ച് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്? ശക്തമായ കാറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ്. ഇതെവിടെ നമ്മൾ വായിക്കുന്നതെന്ന് വെച്ചാൽ അപ്പസ്തോല പ്രവർത്തനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. എന്നാൽ അപ്പസ്തോലന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ എന്തെന്നാൽ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ വലിയൊരു പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട തിരുനാളിൽ ഒന്നാണ് പന്തക്കുസ്ത തിരുനാൾ. പെസഹ തിരുനാൾ, അതുപോലെ കൂടാര തിരുനാൾ. അതിൽ ഇപ്രകാരമാണ് കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അപ്പോൾ ആ വീട് മുഴുവനും നിറഞ്ഞ എന്താണെന്നാൽ അതാണ് ദൈവത്തിന്റെ ആത്മാവ്, അതാണ് പരിശുദ്ധാത്മാവ്. ജോയേൽ പ്രവാചക പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ തിരുവചനത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഇപ്രകാരം കാണാണ്, അന്ന് ഇങ്ങനെ സംഭവിക്കും. എന്തായിരിക്കും? എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എല്ലാവരുടെയും മേൽ. അത് വ്യത്യസ്ത ഭാഷക്കാരാണെന്ന് പറയാം. എല്ലാ ഭാഷക്കാരുടെ മേലും പരിശുദ്ധാത്മാരും, എല്ലാ മതസ്ഥരുടെ മേലും പരിശുദ്ധാത്മാനായിരിക്കും. എന്നാൽ ക്രിസ്ത്യാനികൾ എന്നാൽ സമൂഹമില്ല. പക്ഷേ അപ്പസ്തോലന്മാരെ പ്രാർത്ഥിച്ച് അവരുടെ വിശ്വാസത്തിൽ അവർ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ വിശ്വാസം കണ്ട് യേശുവിൻ്റെ വിശ്വാസമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അങ്ങനെയുള്ള ആ സമുദായത്തെ വിളിച്ച പേരാണ് ക്രൈസ്തവരെന്ന്. കൊറിന്തോസിൽ വെച്ചാണ് അങ്ങനെ വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്രകാരം പറയാ, അന്ന് ഇങ്ങനെ എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും. കർത്താവിന്റെ മഹത്വം ഭയാനകവുമായ ദിനം ആഗതമാകുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. കർത്താവിന്റെ നാമം പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ രക്ഷപ്രാപിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കണം. നമ്മുടെ ശരീരം നമ്മുടേതല്ല, പരിശുദ്ധാത്മാവിൻ്റെതാണ്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ശരീരം ആരുടേതാണ്? നമ്മുടേതല്ല. കാരണം എന്താ? ഇത് പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണ്. നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു കൊച്ചിനെ ജനിപ്പിക്കാൻ പറ്റില്ല. ജനിപ്പിക്കണമെങ്കിൽ കർത്താവ് സഹായിക്കണം. ആ കൊച്ചിന് എന്തെങ്കിലും രോഗം വന്നാൽ നിങ്ങൾക്ക് ആ കൊച്ചിൻ്റെ രോഗം സുഖപ്പെടുത്താൻ സാധിക്കില്ല. ആ രോഗം സുഖപ്പെടുത്തണമെങ്കിൽ ആര് സാധിക്കണം? കർത്താവ് സാധിക്കും. എത്രയോ കുടുംബാംഗങ്ങൾ മക്കളില്ലാതെ വന്ന് പ്രാർത്ഥിക്കുന്നു, മക്കളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദമ്പതികൾ തന്നെയാണോ മക്കൾക്ക് നൽകുന്നത്? അല്ലല്ലോ. മക്കളെ ജനിപ്പിക്കുന്ന ആരാണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധ അമ്മയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ എന്തുണ്ടായി?
പുരുഷ സംസർഗം കൂടാതെ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞപ്പോൾ അവരുടെ ശരീരത്തിൽ ആര് ജനിച്ചു? ഈശോ ജനിച്ചു. അന്ന് വരെ സംഭവിക്കാത്തത്, അതിനുശേഷം സംഭവിക്കാത്തൊരു കാര്യം. ഹല്ലേലൂയ. ഒരു പാലക്കാട് രൂപതയിലുള്ള ഒരു അച്ഛൻ്റെ സഹോദരൻ ഇവിടെ ഒരു സംഭവമായിട്ട് വന്നു. അവർ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്നിട്ടുണ്ടായി. അവരുടെ ഭാര്യയ്ക്ക് തൈറോയ്ഡ് രോഗമാണ്, ക്രിയാറ്റിൻ കൂടുതലാണ്, ഒരു 4-5 അസുഖങ്ങൾ. ഈ മനുഷ്യൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്ത് ആ ജോലി ചെയ്തതിൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അല്ലേരിയാം. അപ്പോൾ ഈ മനുഷ്യൻ ഇവിടെ വന്ന് ഒരു വർഷത്തോളം അകലെയാണ്, 1 വർഷത്തിൻ്റെ മേളിലായി. ഇവിടെ വന്ന് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ജോലി രാജിവെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഒരു കൊച്ച് ജനിച്ചിട്ട്, മൂത്തവനുണ്ട്, രണ്ടാമത്തെ കൊച്ചാണെങ്കിൽ 2 വയസ്സ് 3 വയസ്സ് പ്രായമുള്ളൂ. അപ്പോൾ ഈ കൊച്ചിനെ നോക്കണം, ഭാര്യയുടെ രോഗമുണ്ട്, അതോടൊപ്പം മൂത്ത മകനെ കാര്യങ്ങൾ ചെയ്ത് സ്കൂളിൽ വിടണം. മാത്രമല്ല സാമ്പത്തികമായിട്ട് പിന്നോക്കമാണ്. അത് സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഈ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനമുണ്ട്. ഒരു 40-60 സെൻറ്റാണ് വീട്ടിലുള്ളത്, അതിൽ വലിയ വരുമാനവും ഇല്ല. വളരെ വിഷമിച്ച് കണ്ണുനീരോടുകൂടി ഇവിടെ വരുന്നത്. ആ മനുഷ്യൻ നമ്മൾ മുട്ടുത്തി പ്രാർത്ഥിക്കുമ്പോൾ, കൈ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൊട്ടിക്കരയുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ആ മനുഷ്യന് വേറെ ഒരു വഴി ഇല്ല. രോഗമാണ് കുടുംബത്തിൽ, ഭാര്യയ്ക്ക് രോഗമാണ്, വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തേണ്ട ആരാണെന്ന് വെച്ചാൽ ഭാര്യയാണ്. പക്ഷെ മാരകമായ 3, 4, 5 മാരകമായ രോഗമാണ്. അല്ലെങ്കിൽ ഞാൻ പല വിധത്തിൽ ആ സഹോദരനെ ആശ്വസിപ്പിക്കാൻ നോക്കി. പക്ഷെ നമുക്കറിയാം, കണ്ണുനീരോടുകൂടി നിൽക്കുന്നതിന് മനുഷ്യനോട് നമ്മുടെ ആശ്വാസ വചനങ്ങളൊന്നും ഏൽക്കില്ല. ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ പോയി പ്രാർത്ഥിക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞു ഭാര്യയ്ക്ക് ഒരിക്കലും കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു വരാൻ പറ്റില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും ഒരു രോഗം ഉണ്ടെങ്കിൽ ആ രോഗങ്ങൾ പടരുന്നൊരു കാലഘട്ടം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുത്താൻ പറഞ്ഞു. അവർ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുത്തതിന് ശേഷം അസുഖം കുറഞ്ഞപ്പോൾ ഇവിടെ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്തു. ഒരു 3-ാമത്തെ ഞായറാഴ്ച കണ്ട് മക്കളെയും കൂടി വന്നു, പങ്കെടുത്തു. നമ്മൾ പ്രാർത്ഥിച്ചു വിട്ടു. അതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ ഇടയ്ക്ക് ഓൺലൈനിൽ പങ്കെടുക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ രോഗം മാറും. അല്ലേലിയ. കഴിഞ്ഞ ദിവസം അവർ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് കൊണ്ടായിട്ട് വരിക, എല്ലാ മേഖലകളിലും രോഗത്തിൻ്റെ മേഖലയിൽ നെഗറ്റീവ്, പോസിറ്റീവായിരുന്നു. ഇന്നലെ കഴിഞ്ഞ ഞായറാഴ്ച വന്നപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി ആ മനുഷ്യൻ വന്നിരിക്കുന്നത്. ആ ചേട്ടൻ ഓരോ പേപ്പറും മറിച്ച് കാണിച്ചിട്ട് പറഞ്ഞു, അച്ഛനെന്ന് പറഞ്ഞതാണ്, പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന, പുലർച്ചയ്ക്ക് എഴുന്നേറ്റുള്ള പ്രാർത്ഥന, എൻ്റെ കഷ്ടപ്പാടുകൾ, ദുരിതം. കാരണം നമ്മുടെ ഓരോ ദുരിതങ്ങളും കണ്ടെത്തുന്നത് ആരാണെന്ന് വെച്ചാൽ ക്രിസ്തുവാണ്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ദുരിതങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളിയോ തിരിച്ചറിഞ്ഞെന്ന് വരില്ല. പക്ഷേ നമ്മുടെ വേദനകളും നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ ദുരിതങ്ങളും തിരിച്ചറിയുന്ന ആരാണെന്ന് വെച്ചാൽ അത് ഈശോ ആണ്. ആ മനുഷ്യൻ സന്തോഷത്തോടു കൂടി എന്ന് പറയാച്ചാൽ ഇനി എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയ രോഗത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക, ഇത് മഹത്വപ്പെടുത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ അനേകർ ഇതേ അസുഖമായിട്ട് തൈറോയിഡും അല്ലെങ്കിൽ ക്രിയാറ്റിനും അതുപോലെ തന്നെ തടി ബൾജ് ചെയ്ത് വരുന്ന രോഗമാണ്. ഇതേപോലെയുള്ള രോഗങ്ങളുണ്ടാകും. പക്ഷെ ഒരാളുടെ ഒരു അനുഭവ സാക്ഷ്യം കേൾക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ മറ്റൊരാൾക്ക് അത് അഭിഷേകമായിട്ട് പറയും. അല്ലെ, ഒരു സിസ്റ്റർ ഇവിടെ പറഞ്ഞ അലർജി രോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ചിറ്റൂരുള്ള ഒരു ടീച്ചർക്ക് അത് അനുഭവമായിട്ട് മാറി. എന്താണെന്ന് വെച്ചാൽ ആ ടീച്ചറിൻ്റെ കക്ഷത്തിലോ ഇവിടെ കണ്ട ഒരു 10 രൂപയുടെ കൊയിൻ്റെ ആകൃതിയിൽ ഒരു മുഴയായിരുന്നു. അല്ലേലിയാ. അപ്പോൾ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് വീട്ടിൽ ആരുമില്ല. അപ്പോൾ ആ ടീച്ചർ ഒരു കാര്യം, എല്ലാ മാസവും 1-2 പ്രാവശ്യം ലീവ് എടുത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരിയാണ്. ആ മുഴയായിട്ട് ഇവിടെ വന്നു. നമ്മളിവിടെ വന്ന സമയത്താണ് പറയണത് കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ. അവർ കൈ ഉയർത്താൻ പറ്റുന്ന ആളല്ല, പക്ഷേ ഈ കൈ കൊണ്ട് ഈ കൈ ഇങ്ങനെ ഉയർത്തി പ്രാർത്ഥിച്ച് പോയി. അവർ പറഞ്ഞു, കർത്താവേ എന്താ അങ്ങനെ ഇത് മാറാണെങ്കിൽ എന്താ സാക്ഷ്യം പറഞ്ഞു. ഇവിടുന്ന് ആ ടീച്ചർ ആ സിസ്റ്ററിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ ഇവിടുന്ന് ഒരു കുപ്പി വെഞ്ചിരിച്ച എണ്ണ കൊണ്ടുപോയിട്ട് അത് പുരട്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ കൂടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കർത്താവേ നേരെ ഇത് സൗഖ്യപ്പെടുത്താണെങ്കിൽ മഹത്വപ്പെടുത്താം. നേരം വെളുത്ത് ആരെ കൊണ്ടുപോകുന്നതെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഈ സ്ത്രീ പറയാണ്, എത്രയോ പെട്ടെന്ന് തന്നെ ആ മുഴ അപ്രത്യക്ഷമായി. എന്തുകൊണ്ട് ശരീരത്തിൽ നിന്ന് മുഴ അപ്രത്യക്ഷമാകുന്നു? എന്തുകൊണ്ട് ശരീരത്തിൽ നിന്ന് ക്യാൻസർ അപ്രത്യക്ഷം പോകുന്നു? എന്തുകൊണ്ട് ശരീരത്തിൽ നിന്ന് തൈറോയിഡ് വിട്ടുമാറുന്നു? എന്തുകൊണ്ടാണ്?
ശരീരം പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണ്. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ നിങ്ങളുടെ ശരീരത്തിലേറ്റ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തേണ്ടത് ആരുടെ ആവശ്യമാണെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ. അല്ലേ? നമ്മുടെ ശരീരമാണെന്ന് നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ രോഗം മാറില്ല. പക്ഷേ പരിശുദ്ധാത്മാവെ അങ്ങയുടെ ശരീരത്തിലെ രോഗം അങ്ങ് എടുത്തു മാറ്റണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് രോഗം എടുത്ത് മാറ്റും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അവയവമാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന വാസസ്ഥലമാണ്, അല്ലെങ്കിൽ സെനക്കൽ. ഇൻസിൻസ് ജസ്റ്റിസ് എന്ന പുസ്തകത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന വാസസ്ഥലം സെനക്കൾ എന്നാണ്. അതിനിപ്പോൾ നമുക്കറിയാം ദിവ്യകാരുണ്യം ഇരിക്കുന്നത് എവിടെയാണ്? സക്രാരിയിലാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ദിവ്യകാരുണ്യം കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം സക്രാരിയാണ്. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത് പരിശുദ്ധ അമ്മയാണ് ആദ്യത്തെ സക്രാരി. അല്ലേലിയ? പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോഴാണ് ഈശോ അവിടെ ജനിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശരീരമാണ് നമ്മുടെ ശരീരമെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം അവിടെ വായിക്കുന്നുണ്ട്. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. മൺപാത്രം ഏതാണ്? മൺപാത്രം എന്ന് പറയുന്നത് വോൾട്ടൻ ജെർഷിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് നമ്മളെല്ലാം മൺപാത്രങ്ങളാണ്, ഉടഞ്ഞു പോകുന്ന പാത്രങ്ങളാണ്. പൗരോഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ പുൾട്ടൻ ഷെൻറ്റിൻ പറയുന്നൊരു കാര്യമാണ് നമ്മളെല്ലാവരും മൺപാത്രങ്ങളാണ്. അതുകൊണ്ട് പൗരോഹിത്യനോട് പറയുന്നത് നിൻ്റെ മൺപാത്രത്തിലാണ് പൗരോഹിത്യം തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഉടഞ്ഞു പോകാതെ നീ സൂക്ഷിക്കണം. അല്ലേ? സാധാ പൗരോഹിത്യം സ്വീകരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെ ശരീരം കളിമൺ പാത്രമാണ്. ഈ കളിമൺ പാത്രത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഉടഞ്ഞു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ പാപം ചെയ്ത് ദുർബലമാകാതിരിക്കാൻ, പാപം ചെയ്ത് രോഗിയാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിസരം. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ലഭിച്ചിരിക്കുന്നത്. അല്ലേലിയാം? ഏത് നിധിയാണ്? പരിശുദ്ധാത്മാവാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 28:6 വെച്ച് അവിടുന്ന് ന്യായാധിപന് നീതിയുടെ ആത്മാവും നരകവാടത്തിൽ നിന്ന് ശത്രുവിനെ തുരത്തുന്നവർക്ക് ശക്തിയുമായിരിക്കും. അപ്പൊ എന്താ? തിന്മയോടുള്ള യുദ്ധത്തിൽ അവർക്ക് ലഭിക്കുന്നതാണ് ശക്തിയുടെ ആത്മാവ്, ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവ്, ആത്മശക്തിയുടെ ആത്മാവ്, ആത്മബലത്തിൻ്റെ ആത്മാവ്. അല്ലെങ്കിൽ തളർന്നിരിക്കുന്ന, എപ്പോഴും പേടിച്ചിരിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കേണ്ട, കർത്താവേ ആത്മശക്തിയുടെ ആത്മാവിനെ നൽകണമെന്ന്, അല്ലെങ്കിൽ ആത്മബലത്തിൻ്റെ ആത്മാവിനെ. അല്ലേലിയ? അതുകൊണ്ട് ഇപ്രകാരം പറയാണ്, ന്യായാധിപന് നീതിയുടെ ആത്മാവും നരക കവാടത്തിനെതിരെ ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുന്നവനക്ക് ഏതാണ്? ശക്തിയുടെ ആത്മാവിനെയാണ് നൽകുന്നത്. അല്ലേലിയ? യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 17-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയാണ്, ഈ ആത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കില്ല. ഏത് ആത്മാവിനെ? പരിശുദ്ധാത്മാവിനെ. ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആത്മാവ് അവനെ ഭരിക്കുന്നത്, ലോകത്തിൻ്റെ ശക്തിയാണ് അവനെ ഭരിക്കുന്നത്. അല്ലേലിയാ? അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവന് ഒന്നും ചെയ്യുന്നത് തെറ്റല്ല. ലോകത്തിൻ്റെ ആത്മാവ് ആരിലൊക്കെ വസിക്കുന്നുണ്ടോ, ലോകത്തിൻ്റെ ആത്മാവ് ആരൊക്കെ നയിക്കുന്നുണ്ടോ അവന് പാപം ചെയ്യുന്നത് ഒരു തെറ്റായിട്ട് തോന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു വ്യക്തിക്ക് പാപം ചെയ്യുന്നത് തെറ്റായിട്ട് തോന്നും. അല്ലേലിയാ? അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണോ, ലോകത്തിൻ്റെ ആത്മാവാണോ, ദുരാത്മാവാണോ എന്ന് ചിന്തിക്കണം. അല്ലേലിയാ? അതുകൊണ്ട് പറയാം, ഈ ആത്മാവിനെ സ്വീകരിക്കുവാൻ, സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സത്യാത്മാവിനെ സ്വീകരിക്കാം. അല്ലേലിയാ? കാരണം അത് അവനെ അറിയുകയോ കാണുകയോ. അപ്പൊ സത്യാത്മാവിനെ സ്വീകരിക്കാൻ പറ്റുന്നത് ആർക്കാണ്?
സത്യത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുന്ന മാമോദീസായും സ്ഥൈര്യലോനവും പൗരോഹിത്യം സ്വീകരിക്കുന്ന വ്യക്തിയുടെ ശരീരം സത്യാത്മാവിനെയാണ് സ്വീകരിക്കുന്നത്. അല്ലേ? അപ്പം സത്യാത്മാവ് എന്ത് ചെയ്യും? സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ അനയിക്കും. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക്. അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കില്ല. അപ്പം ലോകത്തിൽ വസിക്കുന്ന വ്യക്തികൾക്ക് സത്യാത്മാവിനെ സ്വീകരിക്കാം. ലോകത്തിന് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിൽ വസിക്കുന്ന ആർക്കും ഈ ആത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15:26 പറയാം, ഞാൻ പിതാവിൻ്റെ അടുത്ത് നയിക്കുന്ന ഈ സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം. അപ്പോൾ സത്യാത്മാവിനെ സ്വീകരിക്കാതെ ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റില്ല. അല്ലേ? അപ്പോൾ അത് ദൈവത്തിൻ്റെ ചൈതന്യമുണ്ടായിരുന്നു. ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ വസ്തുക്കളും ദൈവത്തിൻ്റെ ചൈതന്യത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്ന ഒരു പേരാണ് സഹായകൻ. സഹായകൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വാക്കല്ല. നമ്മുടെ വീട്ടിൽ പണിയെടുക്കാൻ സഹായിക്കാൻ വേണ്ടി ആളുകളെ കൊണ്ടുവരുന്നത് പോലെയല്ല. ഈ സഹായം എന്ന് പറയുന്നത് വലിയൊരു വാക്കാണ്. അതിന് നമ്മൾ ആ ഫുഡ് നോട്ടിൽ നോക്കിയാൽ തന്നെ അറിയാം. 15:26 എടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് നോക്കിയാൽ അതിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അവിടെ പറയാണ് എന്താണെന്ന് വെച്ചാൽ അഭിഭാഷകൻ, സംരക്ഷകൻ, ആശ്വാസദായകൻ, അഭിഭാഷകൻ എന്നെല്ലാം. എന്താണെന്ന് വെച്ചാൽ അഭിഭാഷകൻ, ഉപദേഷ്ടാവ്, സംരക്ഷകൻ, ആശ്വാസദായകൻ, അഭിഭാഷകൻ. അപ്പം എന്താ പറയുന്നത്? ആദ്യത്തെ വാക്ക് എന്താണെന്ന് വെച്ചാൽ സഹായകൻ എന്നാണ്. സഹായകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി സഹായം ചോദിക്കുന്ന. രണ്ടാമത്തേത് ഉപദേഷ്ടാവാണ്. നമുക്കറിയാം, ഏതെങ്കിലും സുപ്രീം കോടതിയിലോ കോടതി കേസുകളോ ഗവൺമെൻറ് തോക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഗവൺമെൻറ് ചെയ്യുന്നൊരു കാര്യം മന്ത്രിമാരെയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉടൻ തന്നെ എന്ത് ചെയ്യും? നിയമപണ്ഡിതന്മാരോട് ഉപദേശം തേടും. ഇനി ഈ കേസിന് പോയാൽ ജയിക്കും. അല്ലേ? അപ്പോൾ നിയമപണ്ഡിതന്മാരെന്ത് ചെയ്യും? അപ്പം തന്നെ പറയും പോയാൽ വിജയിക്കും. അല്ലേ? ഹെറോദസിൻ്റെ സന്നദ്ധിയിൽ രാജാക്കന്മാർ ചെല്ലുമ്പോൾ ഹെറോദസിനെ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് യേശു ക്രിസ്തു പിറന്നത്? എന്താ ചെയ്യുന്നത്? ഹെറോദസ് എന്താ ചെയ്യുന്നത്? ഉടൻ തന്നെ ജ്ഞാനികളെ വിളിച്ചു കൂട്ടി. ജ്ഞാനികളെല്ലാം ഒരു കൊട്ടാരത്തിലുണ്ടാവും. ഭരിക്കുന്ന രാജാവിൻ്റെ കൊട്ടാരത്തിൽ ആരുണ്ടാവും? നിയമപണ്ഡിതന്മാരുണ്ടാവും. നിയമപണ്ഡിതന്മാരെ വിളിച്ചു കൂട്ടിയപ്പോൾ അവർ പറയാണ്, ബെത്ലഹേമിൽ യേശു പിറക്കുമെന്ന് പഴയ നിയമത്തിൽ പ്രവചിച്ചിട്ട്. അവർ പറഞ്ഞു യൂദയായിലെ ബെത്ലഹേമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദായിലെ ബെത്ലഹേമേ, നീ യൂദായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെ. ചെറിയ നഗരത്തിൽ നിന്നാണ് വലിയവൻ ജനിക്കുന്നത്. അപ്പൊ തന്നെ നാട്ടിൽ നിന്നാണ് അപ്പമായി തീരേണ്ടവൻ ജനിക്കുന്നത്. അപ്പൊ എന്താ ഉപദേശം? അവൻ നമുക്ക് വേണ്ടി കർത്താവിന്റെ സന്നദ്ധിയിൽ അവൻ ഉപദേഷ്ടം തേടുക. അപ്പൊ നമ്മൾ ചില്ലറ മനുഷ്യരല്ല, ചെറിയ മനുഷ്യരൊന്നുമല്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി വാദിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. അതിന് ഇപ്രകാരമാണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഒന്ന് അവൻ അഡ്വക്കേറ്റാണ്. അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗത്തിൽ നമുക്ക് വേണ്ടി വാദിക്കും. രണ്ടാമത്തെ കാര്യം എന്താണ്? സ്പോക്ക് മെന്നാണ്. മൂന്നാമത്തെ കാര്യം എന്ന മീഡിയേറ്ററാണ്. നാലാമത്തെ കാര്യം എന്ന ഇൻറ്റർസെസറാണ്, കൺസോളറാണ്, കംഫർട്ടറാണ്. അപ്പം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ വയ്ക്കാം. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു കഴിഞ്ഞാൽ ആ പരിശുദ്ധാത്മാവാണ് സ്വർഗത്തിൽ എത്തിച്ചേരുന്നത് വരെ നമ്മളെ സഹായിക്കുന്നത്. നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന, ഈ കുർബാന സ്വർഗരാജ്യത്തിൻ്റെ മുന്നാസ്വാദനമാണ്. സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന സ്വർഗീയ വിരുന്നിൻ്റെ മുന്നാസ്വാദനമാണ് ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് എക്ലേസിയ ദ യൂക്കറിസ്ത്യ എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, സഭ അവിടെ നാഥനായ ക്രിസ്തുവിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള നിരവധി ദാനങ്ങളിൽ അവ എത്രയേറെ വിലപ്പെട്ട
പെട്ടതാകട്ടെ കേവലം ഒന്നു മാത്രമല്ല വിശുദ്ധ കുർബാന, പിന്നെയോ ഏറ്റവും പരമോന്നതമായ സമാനതകളില്ലാത്ത ദാനമാണ്. കാരണം ഈ ദാനം അവിടുത്തെ തന്നെയാണ് നൽകുന്നത്. എന്താ സമാനതകളില്ലാത്ത സഭ അവരുടെ നാഥനായ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച നിരവധിയായ ദാനങ്ങളിൽ സമാനതകളില്ലാത്ത ഒരു ദാനമാണ് പരിശുദ്ധ കുർബാന. കാരണം എന്താണെന്ന് വെച്ചാൽ അവസാനം പറഞ്ഞു വെച്ചാൽ മാർപ്പാപ്പ പറഞ്ഞിരിക്കുകയാണ് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദാനം അവിടുന്ന് തന്നെയാണ്, അവിടുത്തെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അവ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ചിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി സ്വർഗത്തിലെത്തുന്നത് വരെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും, നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കും, നമ്മൾക്ക് വേണ്ടി എന്നിങ്ങനെ പറയുന്നത് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്ത് ചെയ്യും? ആത്മാവ് അവാജ്യമായ നെടുവീർപ്പുകൾ. നിങ്ങളൊന്ന് വീട്ടിൽ നിന്ന് നോക്ക്, വലിയ സഹനത്തിലൂടെ കടന്നു പോവുക, വലിയ വേദനയോടെ കടന്നു പോവുക, പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം എന്തു ചെയ്യും? നെടുവീർപ്പുകൾ വരും. ആ നെടുവീർപ്പുകളെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയാം, നിങ്ങൾക്ക് വേണ്ടി ആത്മാവ് നെടുവീർട്ട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പ്രകാരം പറയാണ് നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. അപ്പൊ ബലഹീനതകളിലാണ് ആത്മാവ് നമ്മെ സഹായിക്കുന്നത്. നമ്മുടെ കുറവുകളിൽ, നമ്മുടെ വീഴ്ചകളിൽ, നമ്മുടെ പോരായ്മകളിലാണ് പരിശോധന. ചിലപ്പോൾ നമുക്കറിയാം ചില ഒരു രീതിയുണ്ട്. നമ്മുടെ ഏതൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ എന്ത് ചെയ്താലും പ്രശ്നമായിരിക്കും. നന്മ ചെയ്താലും പ്രശ്നം, അല്ലെ തിന്മ ചെയ്താലും പ്രശ്നം, ചെയ്യാത്തതിനും പീഡകൾ എടുക്കും. ഒരു കാലഘട്ടത്തിൽ എനിക്ക് അങ്ങനെയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം, ഒരു വർഷക്കാലം ലീവ് എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും കേസ് വന്നാൽ അത് നമ്മുടെ വീട്ടിൽ വരും. അങ്ങനെ നിങ്ങൾക്ക് പലപ്പോഴും ഇപ്പം നിങ്ങൾക്കും ചിന്തിക്കാം അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ ചിന്തിക്കാറുണ്ടോ? അല്ലേ? അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി തേടണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നേടും. ഒരു വർഷക്കാലം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആ കാലഘട്ടം, ആ ഒരു വർഷത്തിന് ശേഷം ഞാൻ പുറത്തിറങ്ങി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അനേക സൗഖ്യങ്ങൾ കൊടുക്കാൻ തുടങ്ങി. കാരണം ഒരു വർഷക്കാലം എന്താണെന്ന് എൻ്റെ ജോലി എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കെതിരെ പറഞ്ഞവരെല്ലാം, നമ്മളെ കുറ്റപ്പെടുത്തിയവരെല്ലാം, നമ്മൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞവരെല്ലാം എന്ത് ചെയ്യുന്നു? തിരുത്താൻ തുടങ്ങി. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ പ്രലോഭനങ്ങളോ വീഴ്ചകളോ നിങ്ങൾ ഒരുപക്ഷെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ചിലപ്പോൾ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് മറ്റുള്ള വ്യക്തികൾ ചെയ്ത പ്രശ്നങ്ങൾ എന്ത് ചെയ്യും? അവസാനം വരുന്ന നമ്മുടെ മേൽ അടിക്കും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ നെഗറ്റീവ് പവറാണ്. തിന്മയുടെ ശക്തി നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിയിൽ അതിനെന്ത് ചെയ്യുന്നു വെച്ചാൽ പ്രാർത്ഥനയിലൂടെ ദൈവമായിട്ടുള്ള വലിയ ഐക്യം വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് ആ തിന്മയുടെ ശക്തിയെ ഇല്ലാതാക്കും. തിന്മയുടെ ശക്തിയെ നമ്മളൊന്നുമല്ല ഇല്ലാതാക്കുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. തിന്മ അന്ധകാര ശക്തിയെ ഇല്ലാതാക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഇങ്ങനെ നന്നായിട്ട് പ്രസംഗിക്കുന്ന വ്യക്തിയാണെന്ന് ആണോ? ഞാൻ നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് പ്രസംഗിക്കും, പക്ഷേ എൻ്റെ മുമ്പിൽ ആരും ഇരിക്കാൻ പാടില്ല. എൻ്റെ സ്കൂളിൽ സിസ്റ്റർമാർ, ഞാൻ പഠിച്ചത് ഒരു പള്ളിയോട് ചേർന്നുള്ള പള്ളിക്കൂട് സ്കൂളിലാണ്. അപ്പോൾ അവിടെ സിസ്റ്റർമാരുണ്ട്. ഞാൻ 1 തൊട്ട് 5 വരെ അവിടെ പഠിച്ചു. അപ്പോൾ നന്നായിട്ട് പ്രസംഗിക്കും, നന്നായിട്ട് പാടുന്നതുകൊണ്ട് എല്ലാ മീറ്റിങ്ങിലും 1-2 മീറ്റിംഗ്, എല്ലാ മീറ്റിങ്ങിലും അല്ല, 1-2 മീറ്റിങ്ങിൽ 4-5 മീറ്റിങ്ങിൽ എൻ്റെ പേരെഴുതുമായിരുന്നു. പക്ഷേ നമ്മൾ പ്രാക്ടീസ് സമയത്ത് നന്നായിട്ട് പറയും, നന്നായിട്ട് പാടും. സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ കഴിഞ്ഞാൽ പാടില്ല, പാട്ടും പാടില്ല, പ്രസംഗിക്കില്ല. ഒരു 4-5 ആയി കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ എന്നെ ഉപേക്ഷിച്ചു. പിന്നീട് ഞാൻ നന്നായിട്ട് പ്രസംഗിക്കാനും നന്നായിട്ട് പാടാനും തോന്നുന്നത് 1986-87 കാലഘട്ടങ്ങളിൽ ഡിവൈനിൽ പോയി ധ്യാനം കൂടി ആ ധ്യാനത്തിൽ കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഡിഗ്രിയും ബികോമും പഠിച്ച അതേ കോളേജിൽ 4.5 വർഷക്കാലം ആ കോളേജിൻ്റെ ചെയർമാനും 5 വർഷക്കാലം ആ ഡിവിഷനിൽ PDCയിലും ബികോമിലും റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. എന്ന് പറയാം, എൻ്റെ കഴിവുകളെ
ദൈവം വർദ്ധിപ്പിച്ചു. ഹല്ലേലൂയ. 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 ആ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവർ പറയുമായിരുന്നു ഒരു അച്ഛനാകാൻ സാധ്യതയുള്ള ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പറഞ്ഞവർ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ കൂടിക്കോ, ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറക്കാം. ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അതിന് ശേഷമാണ് ഡിവൈനിൽ വീണ്ടും ധ്യാനം കൂടിയപ്പോൾ മാത്യുച്ചൻ നയിക്കരമ്മയോട് ശേഷം പറഞ്ഞു ഒരു അച്ഛനാകാനുള്ള കഴിവ് കർത്താവ് നൽകിയത്. മാത്രമല്ല അച്ഛൻ ഈ സഹോദരൻ ഉടുപ്പിട്ട് നിൽക്കുക. അങ്ങനെയാണ് ഞാൻ പൗരോഹിത്യം സ്വീകരിക്കാനായി സെമിനാരിച്ചതെന്ന്. സ്നേഹമുള്ളവരെ, നിങ്ങൾ എന്തെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ബലഹീനതയോ കുറവോ വീഴ്ചകളോ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. 2 കൊരിന്തോസ് 6:16 പ്രകാരം പറയാണ്, ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ് എന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ഇടയിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും. അവർ എൻ്റെ ജനവുമായിരിക്കും. അല്ലെങ്കിൽ അപ്പോൾ ദൈവം വസിക്കാൻ തിരഞ്ഞെടുത്ത രണ്ടാമത്തെ സക്കര, ആദ്യത്തെ സക്കര ദേവാലയത്തിലാണ്. ആദ്യത്തെ പരിശുദ്ധ അമ്മയെക്കുറിച്ചല്ല, സക്രാരിയിൽ ഈശോ വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഈശോ ഇരിക്കുന്ന ഈ സക്രാരിയിൽ നിന്നും ഈശോ കടന്നു വരുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ മനുഷ്യരായ നമ്മുടെ സക്രാരിയിൽ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ പുനരുദ്ധരിക്കും. അവർ പറഞ്ഞു 36 സംവത്സരം എടുത്തു ദേവാലയം പണിയാൻ. പിന്നെ നീ എങ്ങനെ 3 ദിവസം കൊണ്ട്? ഈശോ പറഞ്ഞു എന്താ, ഞാൻ 3 ദിവസത്തിനുള്ളിൽ ഇത് എന്ന് പുനരുദ്ധരിച്ചു. ഉയർത്തെഴുന്നേറ്റപ്പോൾ. അപ്പോൾ ദൈവം വസിക്കാൻ, നമ്മുടെ ശരീരത്തിൽ വസിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത് ദൈവം ചെയ്തു. ഉടമ്പടി സ്ഥാപിച്ചതിലൂടെ ആ ഉടമ്പടിയെ പൂർത്തീകരണമായിട്ട് നമ്മളിൽ വസിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് എവിടെ കിടക്കുന്ന റോമ 8:1-2 ദൈവാത്മാവ് പറയാണ്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല.